ഹലോ, നമസ്തേ. രാവിലെ എണീക്കും, നിങ്ങൾക്ക് സൗണ്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനെന്തിനാ ഇത്ര നേരത്തെ എണീറ്റെന്നല്ലേ. ഇന്ന് നമ്മളെ കൊല്ലത്തിൻ്റെ അവസാനമല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ബ്ലോഗ് ചെയ്യാം. ഇന്ന് അവസാന ദിവസമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ എണീക്കുന്നത് നൈറ്റ് അവസാനിക്കുന്നവരെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം ഇനിയിപ്പം അമ്പലത്തിൽ പോകണം. ഇപ്പം സമയം 4:30 കേട്ടോ. നോക്കട്ടെ, ടൈം 4:30. ഇതിൽ കാണിക്കുന്നില്ല സംഭവം. ടൈം 4:30. ഞാൻ അലാറം വെച്ചിട്ട് എണീച്ചത്, അതുകൊണ്ട് കറക്റ്റ് അറിയാം. 4:30 ഇനി നമുക്കൊരു 5 മണിയാകുമ്പോഴേക്ക് തളിപ്പുറം അമ്പലത്തിൽ പോകണം. തളിപ്പുറം അമ്പലം എന്ന് പറഞ്ഞാൽ രാജരാജേശ്വര അമ്പലത്തിൽ പോകണം. അപ്പോൾ കുളിക്കണം, പല്ലേക്കണം. പല്ലേക്കുന്നത് ഞാൻ കാണിക്കാം, കുളിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പല്ലേക്കുന്നത് ഞാൻ കാണിച്ചു തരും. പല്ലേക്കുന്നത് കാണിച്ചു തരാമെന്നല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറയില്ല ഞാൻ പല്ലേക്കില്ല. പിന്നെ പല്ലേക്കണം, കുളിക്കണം, ടാട്ടപ്പണം. പുറത്ത് നല്ല കൂരിയിട്ടാ. അപ്പം എങ്ങനെ വണ്ടിയെടുത്ത് പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മൾ പോകും. ശിവ എണീക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നേ. നമ്മൾ കുളിച്ച് സെറ്റായി. അപ്പം ഇനി നമുക്ക് കേട്ടോ പോട്ടെ. താക്കോലെടുത്ത് പൈസ എടുത്ത്. പുറത്ത് നല്ല തണുപ്പാണ്, അപ്പോൾ തണുത്തിട്ട് ചാവ്. അതുകൊണ്ട് ഞാൻ ഇതും കൂടി എടുത്തിട്ടാണ് പോകുന്നു. ഇനി ഹെൽമെറ്റ് എടുക്കണം, പിന്നെ അമ്മേനെ വിളിക്കണം. ഈ രാവിലെ എണീച്ച് അമ്പലത്തിലെല്ലാം പോകുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. പ്രത്യേകിച്ച് തളിപ്പുറം അമ്പലത്തിൽ, എല്ലാ അമ്പലത്തിലും ഒരുപോലെ തന്നെ. പക്ഷേ തളിപ്പുറം അമ്പലത്തിൽ പോകുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരിതാണ്. പക്ഷേ എനിക്ക് പണി കിട്ടിയത് എന്താണെന്നറിയോ, ശരിക്കും 6:10 മാത്രമേ അമ്പലം തുറക്കുള്ളൂ. ഞാൻ എത്തിയത് 5:30 ആ ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇവർ ഈ 5:30 ടൈമൊക്കെ ആൾക്കാർ വന്നിട്ട് അവർ കുറേ വലം വെക്കും. അവരിങ്ങനെ എണ്ണീട്ടെല്ലാം വലം വെക്കും. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരാട്ടെ ചോദിക്കുന്നുണ്ട്, എത്ര വലം വെച്ച് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും അവരുടെ കൂടെ തന്നെ വലം വെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ഓം നമഃ ശിവായ എല്ലാം പറഞ്ഞ് വലം വെക്കുമ്പോൾ രാവിലെ തന്നെ വലം വെക്കുമ്പോൾ ഭയങ്കര രസമാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ചെറുകുന്നമ്പലത്തിലേക്കായിരുന്നു. ചെറുകുന്നമ്പലത്തിൽ പിന്നെ ഞാൻ ദിവസം പോക്കുണ്ട് കേട്ടോ. അത് പിന്നെ എന്തോ ഭയങ്കര എൻ്റെ അടുത്തല്ലേ, വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് ഡെയിലി രാവിലെ പോക്കുണ്ട്. അവിടെ നിന്ന് പോയി, അതും ഭയങ്കര ഈ രാവിലെയെല്ലാം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എന്തോ വല്ലാത്ത ഫീലാണ്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ വേഗം വീട്ടിലേക്ക് വിട്ടു. പിന്നെ 7:30 പായസം തരും. അപ്പോൾ അത് വാങ്ങാൻ ഇനി ആദ്യം വരണം. ഷിബുവിനെ കാണുന്നില്ല. ഷിബോസ്കി ഉണ്ടാട്ടോ എടാ. ഷിബോസ്കി അങ്ങ് ദൂരത്തും നോക്കുന്നുണ്ട്. ഷിബോസ്കി കാണില്ല. ഇഡ്ഡലി തിന്ന് തീരാനായി. ഞാൻ ആദ്യം അമ്പലത്തിൽ പോയി, ഞാൻ പായസം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പാത്രം ഉണ്ടായിട്ടില്ല. പാത്രം അവിടെ തരും, പക്ഷേ ഞാൻ തളിപ്പുറം അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേന് 6 മണിയല്ല 6 സംതിങ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് പായസം തരാൻ 7:30 അപ്പോൾ 7:30 വരെ ഞാൻ അവിടെ ടൈം സ്പെൻഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഞാനെന്താണ് എടുത്തെന്ന് വെച്ചാൽ നേരെ വീട്ടിലേക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് സമയം നിന്നും ആദ്യം ഞാൻ പോയി പായസം മേടിച്ചു വന്നു കേട്ടോ. പായസം മേടിച്ച് വന്ന് ഇപ്പം ചായ അടിച്ചു. ഇനി എന്തെല്ലോ പണിയുണ്ട്.
കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എങ്ങനെയാകുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്? നമുക്ക് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നോക്കാട്ടോ, ഞാൻ കുറേ നാൾ നോക്കിയിട്ടുണ്ട്. നോക്കട്ടെ, ആവുമെന്ന് എനിക്കറിയില്ല. മാക്സിമം എന്നാലും നോക്കാം. ശിവോസ്കിനെ വേണ്ട ശിവോസ്കി. ഇവൻ ഇപ്പം മാത്രം ഇങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ പിന്നെ ഇവനെ കാണൂല. ഇവൻ വെച്ചാൽ ഇപ്പം ഡ്രസ്സ് എടുത്ത് കാണും. കുറച്ച് കഴിഞ്ഞാൽ തുണിയേ ഓൻ്റെ മേത്തുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ അധികം കാണിക്കാത്ത. അല്ലേ ഷിബു? ഹായ് പറഞ്ഞ ഷിബു. അപ്പൊ ഞാൻ തിന്ന് പരിപാടിയെല്ലാം തീർക്കട്ടെ. എന്നിട്ട് അടുത്ത എടുത്തു നോക്കാം. സംഭവം പരിപാടിയൊക്കെ ആയിട്ട് ഇവർ ഫ്ലെക്സ് അടിക്കാൻ മറന്നുപോയി. അപ്പോൾ എന്താ എടുത്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവാശംസകൾ എഴുതിയൊരു ഫ്ലെക്സ് ഉണ്ട്. ആശംസകൾ മാത്രമേ എഴുതിയിട്ടു, ഉത്സവത്തിൻ്റെത് എഴുതിയിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ വാർഷിക പുതുവത്സര ആശംസകൾ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്ക തന്നതാട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ വൈറ്റ് അക്രലിക് പെയിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എഴുതി കൊടുക്കുന്ന അത് എഴുതണം. ഇനി പിന്നെ പ്രാക്ടീസും പരിപാടിയും ഉണ്ട്. തട്ടിക്കൂട്ടിയ പാട്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 3 പാട്ട് പഠിച്ചതായിരുന്നു. കാരണം മൈത്രി അംഗങ്ങൾ കാരണം നമ്മൾ പരിപാടി നടത്തുമ്പോൾ നമ്മളെ നിന്ന് ഫാമിലിയിൽ നിന്ന് ആൾക്കാർ വേണ്ടതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി കയറിയതാട്ടാ. പാട്ട് കൊള്ളാമെന്ന് ചോദിച്ചാൽ തട്ടിക്കൂട്ടി പാടി അവിടെ ഒപ്പിച്ച് അത്ര തന്നെ. എനിക്ക് വീട്ടിൽ ട്രോഫി കൊണ്ടുവരണം, എനിക്ക് അത്രയേ ഉള്ളൂ. എന്തായാലും ട്രോഫി വീട്ടിലെത്തിക്കണം, എനിക്കത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ ട്രോഫി വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിതൊക്കെ വരച്ച് എഴുതി സെറ്റാക്കി അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് ഇനി പിന്നെ എന്തെല്ലോ പണിയുണ്ട് കേട്ടോ. പരിപാടീൻ്റെ സംഭവമെല്ലാം നോക്കണം. പിന്നെ ഗെയിംസ് അത് സെറ്റാക്കാനുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. പിന്നെ മെയിൻലി നമുക്ക് ഇത് നോക്കാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടേ ഇല്ല. ഇന്നലെ രാത്രി മാത്രമേ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം പണിയുണ്ട് അത്ര. പിന്നെ ഞാൻ നേരെ പോകുമ്പോഴത്തേനും അവിടെ സ്റ്റേജൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് കെട്ടലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം സെറ്റാക്കുന്നുണ്ടായിരുന്നു. കസേരയൊക്കെ ഇട്ട് നമ്മൾ അപ്പോൾ ആ ടൈമിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയപ്പോഴത്തേനും അവർ ഉപ്മാവ് പൊതിയുന്നുണ്ടായിരുന്നു. അതായത് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഉപ്മാവായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ഇതാകുമ്പോഴത്തേനും വിശക്കുമല്ലോ, പിള്ളേർക്കെല്ലാം എന്തായാലും വിശക്കുമല്ലോ. അപ്പോൾ ഉപ്മാവും ചായയായിരുന്നു. ചായയല്ല, മറ്റേ കാപ്പി. അപ്പോൾ ഇതാ നമ്മൾ ഇത് എഴുതിയിട്ടുണ്ടോ, ഇതാണ് കേട്ടോ സാധനം. അപ്പം ഇത് സാധിച്ച് റോഡടിച്ച് വരുന്ന കേട്ടോ. സാധിച്ച് റോഡടിച്ച് വരുമ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ ആ ടൈം ഇത് കണ്ടോ, ചിന്നു നന്ദുൻ്റെ മുടി മുറിച്ച് കൊടുക്കുന്ന ഭയങ്കര കലാപരിപാടിയായിരുന്നു അവിടെ. പിന്നെ നമ്മൾ നേരെ കുഞ്ഞൂഷിൻ്റെ അടിക്കാന്ന് പോയത്. അങ്കൻവാടിയിലെ പിള്ളേർക്ക് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ റെഡിയാക്കാനുള്ള തിരക്കിലായിരുന്നു. ഇത് കണ്ടാൽ അറിയാലോ, അവർ ഉത്സവമായിരുന്നു. അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അവർ ഫസ്റ്റ് സ്റ്റേജ് കയറുന്ന പരിപാടിയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു അവർക്ക്. നല്ല രസമായിട്ട് എൻ്റെ മക്കൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുണ്ണിയാണ് താരം.
കണ്ണനായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഞാനാട്ടോ ട്രോഫി എടുത്തത്. അപ്പം എൻ്റെ മോന് ഞാനാണ് ആദ്യമായിട്ട് ട്രോഫി എടുത്ത് ഭയങ്കര സന്തോഷമായി. ശ്രദ്ധിച്ചിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അപ്പ് 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 അപ്പ്. എല്ലാവരും കൈകൊട്ടോ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. വീട് വരെ പോവാം. പട്ടിഞ്ഞാറ് നടയിൽ വാഴാറോ കല്ലറയിൽ ഏഴര വട്ടി വിത്ത്. ഇതെന്റെ വീട്ടിൽ നിന്നാണ് പിന്നെയും കിട്ടും. ഹാപ്പി ന്യൂ ഇയർ.